ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുകയാണ്: സൽക്കാര ദിനങ്ങൾ കഴിയുമ്പോൾ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തിൻ്റെ അപ്രീതിക്ക് പാത്രമായിട്ടുണ്ടാവാം എന്ന് വിചാരിച്ച് ഇയ്യോബ് അവരെ വിളിച്ചു വരുത്തി ശുദ്ധീകരിക്കുകയും അതിരാവിലെ എഴുന്നേറ്റ് ഓരോ പുത്രനും വേണ്ടി ദഹനബലി അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു. തൻ്റെ 10 മക്കളെയും വിളിച്ച് മാസത്തിലൊരിക്കൽ ഓരോ മക്കളുടെയും വീട്ടിൽ ആഘോഷങ്ങൾ നടത്തുമ്പോൾ ആഘോഷങ്ങളുടെ പിറ്റേ ദിവസം ഈ 10 മക്കളുടെയും പിതാവായ ഇയ്യോബ് ചെയ്യുന്നൊരു കാര്യം, ഈ മക്കളെ പ്രതി അവൻ ദൈവസന്നിധിയിൽ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഷാർജയിൽ നിന്നൊരു പയ്യൻ ഒരിക്കൽ എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണ് നിൻ്റെ പ്രാർത്ഥനാ വിഷയം? അവൻ പറയുകയാണ്, ഞാനൊരു വിശുദ്ധനായി തീരാൻ അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 28 വയസ്സ് പ്രായമുള്ള നല്ല സാലറി കിട്ടുന്നൊരു ജോലി ചെയ്യുന്ന പയ്യൻ്റെ ആഗ്രഹം ഒരു വിശുദ്ധനായി തീരുക എന്നുള്ളതായിരുന്നു. അവൻ പറയുകയാണ്, എൻ്റെ കൂട്ടുകാരോടൊപ്പം ഞാനൊരു ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഫ്ലാറ്റിൽ അവർ മദ്യക്കുപ്പികളുമായിട്ടൊക്കെ വരുമ്പോൾ എൻ്റെ മുമ്പാകെ അവർ നീട്ടുമ്പോൾ ഞാൻ ഒരിക്കലും അത് വാങ്ങിക്കാറില്ല. പ്രാർത്ഥിക്കുന്ന എൻ്റെ അമ്മയുടെ മുഖം എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തും. പ്രിയപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കന്മാരെ, ലഹരിയുടെ ഉപയോഗത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന യുവതലമുറയിൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? ദൈവത്തെ കൊടുക്കണം, സൺഡേ സ്കൂളിൽ പഠിപ്പിക്കണം. ദൈവവചനം അവർക്ക് കൊടുത്തു കഴിയുമ്പോൾ അവർ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം അവരുടെ ഉള്ളിൽ ഒരു ദൈവസ്വരം കേൾക്കാൻ അവർക്കിടയാകും. അങ്ങ് വിദൂരങ്ങളിൽ രാജ്യത്തിരുന്നുകൊണ്ട് ഒരു മകൻ പാപം ചെയ്യാനായിട്ട് പ്രലോഭനം ഉണ്ടാകുമ്പോൾ അവൻ്റെ ഉള്ളിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുടെ മുഖം തെളിഞ്ഞു വന്നു. ഇയ്യോബ് ചെയ്ത അതേ കാര്യം. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കന്മാരോട് എനിക്ക് പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി മുട്ടുമേൽ നിന്നാൽ അവരേത് സ്ഥലത്തായിരിക്കുന്നോ അവിടെ അവർ അനുഗ്രഹിക്കപ്പെടും. ചിലപ്പോഴൊക്കെ പാപം ചെയ്യാൻ സാഹചര്യം വീണു പോയെന്നിരിക്കാം, പക്ഷേ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാരുടെ മക്കൾ അവർ തിരിച്ചു വരും. ഒത്തിരി മാതാപിതാക്കന്മാർ ഷെയർ ചെയ്യാറുണ്ട്, മക്കൾ വഴിതെറ്റിപ്പോകും. അവരോടൊക്കെ എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. നമ്മളെല്ലാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്ന ദിവസത്തിന് മുമ്പ് ഇവരുടെ എല്ലാം മാനസാന്തരം കാണാൻ ദൈവം നമുക്ക് ഇടവരുത്തി. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഈ വചനം നിങ്ങളിൽ നിറവേറട്ടെ, പരിശുദ്ധാത്മാവ് അതിന് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ആമേൻ.